സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭൂമി ഇടപാട് കേസ് പണം നൽകി അവസാനിപ്പിക്കാൻ നീക്കം എന്നാണ് ആ വാർത്ത. 30 ലക്ഷം തിരികെ നൽകി കേസ് അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു. സർക്കാർ DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നറിയുന്നു. പണം നൽകാമെന്ന് കോടതിയെ അറിയിച്ചേക്കും എന്നാണ് അറിയുന്നത്. DGP നിയമക്കുരുക്കിൽ പെട്ടേക്കും എന്ന സൂചനയിലാണ് ഈ മുഖം രക്ഷിക്കൽ നടപടി. നമ്മൾ പുറത്തുവിടുന്ന ബ്രേക്കിംഗ് വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആകെ മൊത്തം തരികിടയും തട്ടിപ്പും ആണ്. പോലീസ് മേധാവിക്കും ഭൂമി തട്ടിപ്പ് കേസ്. എന്താണ് ഈ തട്ടിപ്പ്? പിന്നെ ഈ പണം നൽകാമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് എന്താണ് കേട്ടുപിടിക്കാൻ പോകുന്നത് എന്നറിയാനും കൗതുകമുണ്ട്. വിനീഷ്, എന്താണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ഈ വിവാദം പുറത്തു വന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം CGM കോടതിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കേസ് പരാതിക്കാരൻ ഫയൽ ചെയ്തത്. പ്രത്യേകിച്ച് DGPയുടെയും DGPയുടെ ഭാര്യയുടെയും പേരിലുള്ള വസ്തു 10.8 സെന്റ് വസ്തു പേരൂർക്കട വില്ലേജിലെ വസ്തു വിൽക്കാനായി ഒരു ആൾക്ക് കൈമാറാനുള്ള ശ്രമത്തിന്റെ ആദ്യഘട്ടം എന്ന തരത്തിൽ 30 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി കരാർ നൽകിയിരുന്നു. ആ കരാറായി എഴുതിയിരുന്നു. ഈ കരാർ എഴുതിയതിനു ശേഷം DGP വസ്തു നൽകാതെ കുറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് ഈ വാങ്ങാനെത്തിയ വ്യക്തി പറഞ്ഞത്. പിന്നീട് DGP വ്യക്തമാക്കിയത് കരാർ ലംഘനം നടത്തി എന്നതാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഉടനെ പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചെങ്കിലും സംസ്ഥാന പോലീസ് മേധാവി ആയതുകൊണ്ട് തന്നെ ഈ കേസ് ഫയലിൽ സ്വീകരിച്ചില്ല. തുടർന്ന് അദ്ദേഹം നേരിട്ട് തിരുവനന്തപുരം CGM കോടതിയിൽ എത്തുകയായിരുന്നു. തുടർന്ന് കോടതിയുടെ ഉത്തരവാണ് ഏറ്റവും നിർണായകമായി വന്നത്. കോടതിയുടെ വിധി പ്രസ്താവന ഇത്തരത്തിലായിരുന്നു: DGP 30 ലക്ഷം രൂപ 33.3 ലക്ഷം രൂപ തിരിച്ചു നൽകണം. തിരിച്ചു നൽകിയില്ലെങ്കിൽ, കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു വസ്തു 10.8 സെന്റ് വസ്തുവാണ് പേരൂർക്കട വില്ലേജിലുള്ളത്. ഈ വസ്തു ജപ്തി ചെയ്യും എന്ന നടപടിയിലേക്ക് കോടതി എത്തി. തുടർന്നാണ് സംഭവം ഏറെ വിവാദമാകുന്നതും കൂടുതൽ മാധ്യമ ശ്രദ്ധ വരുന്നതും. തുടർന്നാണ് ഈ DGPയുടെ തട്ടിപ്പ് തന്നെ പുറം ലോകത്തേക്ക് എത്തുന്നതും.